നമസ്കാരം. ജയനമ്മ തിരോധാന കേസിലെ അന്വേഷണ സംഘത്തിന് കൃത്യമായ മൊഴികൾ നൽകാതെ വട്ടം ചുറ്റിക്കുമ്പോഴും പ്രതി സെബാസ്റ്റ്യൻ ഒരു കൂസലുമില്ലാത്ത വ്യക്തിയാണ്. അതിനു ചുറ്റും ഒന്നിലേറെ കൊലപാതക കേസുകളാണ് ഒരുങ്ങുന്നത് എന്ന് അറിഞ്ഞിട്ടും യാതൊരു കൂസലുമില്ല സെബാസ്റ്റ്യന്. കോടതിയിൽ കൂളായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു സെബാസ്റ്റ്യൻ. ശാരീരിക ബുദ്ധിമുട്ടുകൾ കോടതിയിൽ എടുത്തു പറയുകയാണ് ഉണ്ടായത്. കടുത്ത ക്ഷീണവും മറ്റു ശാരീരിക ബുദ്ധിമുട്ടും കൊണ്ട് അവശനാണെന്ന് ജയനമ്മ തിരോധാന കേസിലെ പ്രതി സെബാസ്റ്റ്യൻ കോടതിയിൽ ബോധിപ്പിച്ചു. കാൽ നീര് വച്ചിരിക്കുന്നതിനാൽ നടക്കാനും മറ്റ് ബുദ്ധിമുട്ടുണ്ടെന്നും സെബാസ്റ്റ്യൻ ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ അറിയിച്ചു. ക്രൈംബ്രാഞ്ച് നൽകിയ കിടക്ക മോശമാണെന്നും ഉറക്കം കിട്ടുന്നില്ലെന്നും പറഞ്ഞ സെബാസ്റ്റ്യൻ മറ്റൊരു കിടക്ക വേണമെന്നും കോടതിയിൽ ആവശ്യപ്പെട്ടു. നിയമസഹായം വേണോ എന്ന് കോടതി ചോദിച്ചു. സ്വന്തം നിലയിൽ അഭിഭാഷകനെ വെച്ചുകൊള്ളാമെന്നായിരുന്നു മറുപടി. പ്രതിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മുഖവിലക്കെടുത്ത് എല്ലാ ദിവസവും വൈദ്യസഹായം ലഭിക്കണമെന്നും മരുന്ന്, ഭക്ഷണം, വെള്ളം തുടങ്ങിയവ കൃത്യമായി നൽകണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് കോടതി നിർദ്ദേശം നൽകി. അതേസമയം ജയനമ്മയെ പരിചയമുണ്ടായിരുന്നുവെന്ന് സെബാസ്റ്റ്യൻ സമ്മതിച്ചിട്ടുണ്ട്. അതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച പുരോഗതി. തുടർച്ചയായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ജയനമ്മയെ പരിചയമുണ്ടെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞത്. ഒരു പ്രാർത്ഥനാ സംഘത്തിൽ ഇരുവരും കുറെ കാലം ഒന്നിച്ചുണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് ഇരുവരും പരിചയപ്പെട്ടതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. എന്നാൽ തിരോധാനം സംബന്ധിച്ച് ചോദ്യങ്ങൾക്ക് സെബാസ്റ്റ്യൻ മറുപടി പറഞ്ഞിട്ടില്ല. സെബാസ്റ്റ്യൻ നൽകുന്ന പരസ്പര വിരുദ്ധ മൊഴികൾ അന്വേഷണത്തെ വഴിതെറ്റിക്കാനാണെന്ന് പോലീസ് വിലയിരുത്തുന്നു. സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. 2012 ശേഷം സാമ്പത്തിക ഇടപാടുകൾ ബാങ്കുകളിലൂടെ നടത്തിയിട്ടില്ല. പണം കയ്യിൽ കൊണ്ട് നടന്നാണ് കാര്യങ്ങൾ നടത്തിയിരുന്നതെന്നും അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു. ബിന്ദു തിരോധാനത്തിന് ശേഷമാണ് സെബാസ്റ്റ്യൻ ഈ നീക്കം നടത്തിയത്. ഇതിനിടെ കോട്ടയത്തെ സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ വീട്ടിൽ പരിശോധന നടത്തി. വീട്ടുമുറ്റത്തുണ്ടായിരുന്ന കാറിൽ നിന്നും കത്തിയും ഡീസൽ വാങ്ങാൻ ഉപയോഗിക്കുന്ന ക്യാനും കണ്ടെത്തിയിരുന്നു. ഇതിന്റെ ഫോറൻസിക് പരിശോധന നടന്നു വരികയാണ്. മാസങ്ങൾക്ക് മുൻപ് സെബാസ്റ്റ്യൻ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടതാണ് ഈ വാഹനം. 6 വർഷത്തെ ഇടവേളകളിലാണ് സ്ത്രീകളെ കാണാതായത്. ഇതിന്റെ പിന്നിലെ കാരണവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. സെബാസ്റ്റ്യനെ കോടതി 7 ദിവസത്തേക്ക് കൂടി ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. സെബാസ്റ്റ്യന് ചേർത്തലയിലെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ സ്ത്രീയുടേതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ജയനമ്മയുടേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ DNA പരിശോധനാ ഫലവും മറ്റ് രാസപരിശോധനാ ഫലങ്ങളും ലഭിക്കേണ്ടതുണ്ട്. ജയനമ്മയുടെ ഫോൺ കണ്ടെത്തണം. പ്രതിയുടെ മൊഴിയിൽ പലതും വിശ്വസിക്കാനാവുന്നതല്ലെന്നും ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചു. CCTV ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളും ടെലിഫോൺ വിളികളും പ്രതി സെബാസ്റ്റ്യൻ തന്നെയെന്ന് തെളിയിക്കുന്നതാണ്. പക്ഷെ ചോദ്യം ചെയ്യലിലും തെളിവെടുപ്പിലും അന്വേഷണ സംഘത്തോട് പ്രതി സഹകരിക്കുന്നില്ലെന്നും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചു. 3 സ്ത്രീകളുടെ തിരോധാന കേസിലാണ് സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന് പരിശോധിക്കുന്നത്. മുൻപ് പോലീസ് കസ്റ്റഡിയിലായപ്പോഴും സെബാസ്റ്റ്യന് പുറത്തുനിന്ന് വലിയ സാമ്പത്തിക സഹായം ലഭിച്ചതായാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. വസ്തു ഇടപാടുകളിലൂടെയും തട്ടിപ്പുകളിലൂടെയും സമാഹരിച്ച സമ്പത്ത് വിശ്വസ്തരായ പലരും വഴിയാണ് സെബാസ്റ്റ്യൻ ചെലവിടുന്നതെന്ന് പറയുന്നു. കാണാതായ ബിന്ദു പത്മനാഭന്റെ പേരിൽ ഇടപ്പള്ളിയിൽ ഉണ്ടായിരുന്ന സ്ഥലം 2013 വ്യാജ ആധാരം തയ്യാറാക്കി 1.36 കോടി രൂപയ്ക്കാണ് ഇയാൾ വിറ്റത്. ചേർത്തലയിൽ ബിന്ദുവിന്റെ പേരിലുണ്ടായിരുന്ന കോടികൾ വില വരുന്ന സ്വത്തുകൾ 2003 വിറ്റതിലും ഇയാൾ ഇടനിലക്കാരനായിരുന്നു എന്നാണ് പോലീസ് വിലയിരുത്തൽ. ഈ തുകകൾ വിശ്വസ്തരുടെ കയ്യിലെത്തിച്ചാണ് സെബാസ്റ്റ്യൻ ചെലവാക്കിയിരുന്നതെന്ന് പറയുന്നു. വലിയ തോതിലുള്ള ബിനാമി ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. സെബാസ്റ്റ്യന് ബന്ധമുള്ള ചില ഉന്നതരടക്കം പോലീസ് നിരീക്ഷണത്തിലാണ്. റിട്ടയർഡ് പഞ്ചായത്ത് ജീവനക്കാരി ഐഷയെ 2013 മെയ്യിൽ കാണാതായതിന് പിന്നിലും സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന അയൽവാസിയായ സ്ത്രീയാണ് സ്ഥലം വിൽപ്പനയുടെ പേരിൽ സെബാസ്റ്റ്യനെ ഐഷയുമായി ബന്ധപ്പെടുത്തിയത്. സ്ഥലം വാങ്ങാൻ വെച്ചിരുന്ന പണമടക്കമാണ് ഐഷയെ കാണാതായത്. സെബാസ്റ്റ്യന്റെ വിശ്വസ്തനും ആത്മസുഹൃത്തുമായ അയൽവാസി സ്ത്രീയുടെ ബന്ധങ്ങളും സാമ്പത്തിക ഇടപാടുകളും സംശയകരമാണെന്ന പരാതി ഉയർന്നിട്ടുണ്ട്. ഇവരും പോലീസ് നിരീക്ഷണത്തിലാണ്.